ദേവസ്വം ബോർഡിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും വിളിച്ചോതി ഇന്ത്യയിലെ മാധ്യമങ്ങൾ. ശബരിമലയുടെ വികസനവും അയ്യപ്പ ഭക്തരുടെ ആഗോള സംഗമവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനങ്ങളും വലിയ പ്രാധാന്യത്തോടെയാണ് ദൃശ്യമാധ്യമങ്ങൾ കണ്ടത്. കേരളത്തിലെ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും നടത്തിയ എതിർനീക്കങ്ങളെ റദ്ദാക്കുന്നതാണ് ഇന്ത്യൻ മാധ്യമങ്ങളിൽ ഇടം പിടിച്ച വാർത്താ പ്രാധാന്യം. സങ്കുചിത താൽപര്യങ്ങളുടെ രാഷ്ട്രീയമുയർത്തിയ കേരളത്തിലെ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ഇതു കാണുന്നു. സെപ്റ്റംബർ 20 ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമവും അവിടെ ഉയർന്ന ശബരിമല വികസന പദ്ധതികളും മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനവും എല്ലാം ഇന്ത്യയിലെ പ്രാദേശിക മാധ്യമങ്ങൾ അടക്കം വലിയ പ്രാധാന്യത്തോടെയാണ് നൽകിയത്. രാജസ്ഥാനിലെയും ആന്ധ്രാപ്രദേശിലെയും മാധ്യമങ്ങളടക്കം ഉത്തരദക്ഷിണ വ്യത്യാസമില്ലാതെ എല്ലാ മാധ്യമങ്ങളും അവരുടെ താളുകൾ മാറ്റിവെച്ചു. ദൃശ്യമാധ്യമങ്ങളും വലിയ പ്രാധാന്യമാണ് സംഗമത്തിന് നൽകിയത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഇടം പിടിച്ച കോടികളുടെ ശബരിമല വികസന പദ്ധതിയും പ്രഖ്യാപനവും സമാനതകളില്ലാത്ത മാതൃകയായാണ് മാധ്യമങ്ങൾ കണ്ടത്. രാജ്യത്തെ തന്നെ ആദ്യത്തെ സംരംഭത്തെയും മുഖ്യമന്ത്രി പിണറായിയുടെ പ്രസംഗത്തെയും വസ്തുതകൾ നിരത്തി പ്രശംസിക്കാനും ഒട്ടുമിക്ക മാധ്യമങ്ങളും മറന്നില്ല. രാജസ്ഥാനിലെ ദൈനിക് ജ്യോതി, ദക്ഷിണേന്ത്യയിലെ ആന്ധ്രാജ്യോതി, ചാനലുകളായ ടൈംസ് നൗ, ന്യൂസ് 18 ഭാഷാ ചാനലുകൾ, ദേശീയ തലത്തിൽ പ്രമുഖരായ ആജ് തക് ചാനൽ, PTI, ANI പോലുള്ള വാർത്താ ഏജൻസികൾ, ഹിന്ദി ന്യൂസ് പോർട്ടലുകളായ ദ പ്രിന്റ്, അമർജ്വാല എന്നിവർ ശ്ലാഘിച്ചവരിൽ ചിലർ മാത്രം. ABP ലൈവും സൺ TV പ്രൈം ടൈം ന്യൂസും ദൈനിക് ഭാസ്കറും മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും അക്കമിട്ട് നിരത്തിയ വസ്തുതകളാണ് ജനങ്ങളിലെത്തിച്ചത്. 1000 കോടിയിലധികം രൂപയുടെ ശബരിമല വികസന പ്രഖ്യാപനം അടക്കം മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗവും വലിയ പ്രാധാന്യത്തോടെ ഇന്ത്യൻ മാധ്യമങ്ങൾ വാർത്തകളായി നൽകി. ശബരിമലയുടെ മതേതര പ്രാധാന്യവും മാധ്യമങ്ങളിൽ ഇടം പിടിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ദിശയുടെ ശരികളാണ് ഓർമ്മപ്പെടുത്തുന്നത്. 2029 നമ്മുടെ ശബരിമല ആഗോള പ്രാധാന്യമുള്ള തീർത്ഥാടന കേന്ദ്രമായി മാറുമെന്നും മാധ്യമങ്ങൾ കണക്കുനിരത്തി പ്രവചിക്കുന്നിടത്താണ് ചിലർ സ്വയം അപഹാസ്യരാകുന്നത്. കേരളത്തിലെ പ്രതിപക്ഷവും അവരുടെ ചുവട് പിടിച്ച ചില മാധ്യമങ്ങളും ആ പട്ടികയിൽ ഇടം പിടിക്കുന്നത് നിർഭാഗ്യം മാത്രം. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.